അങ്ങനെ പ്രായമൊക്കെ കൂടുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലേക്കൊരു കാര്യം കടന്നു വരുന്നത്. എൻ്റെ 20-ാം വയസ്സിലേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, പ്രായം പുറകോട്ട് പോകലല്ല, ഒരു ടൈം മെഷീനോ മറ്റോ വെച്ചുകൊണ്ട് എൻ്റെ 20-കാരനിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഞാൻ തന്നെ വിലയിട്ടിരുന്നത്, മൂല്യം കണക്കാക്കിയിരുന്നത്, ഞാൻ ഉറങ്ങാതിരുന്ന രാത്രികളുടെയും നിറയെ കാര്യങ്ങൾ എഴുതി വെച്ച കലണ്ടറിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു. മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി കൂടുതൽ ശക്തി ഉപയോഗിക്കുക, ഉറക്കം വരുമ്പോൾ കോഫി കുടിക്കുക, ഉറക്കം വിളിച്ച് പണിയെടുക്കുക എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് തെറ്റി. വളരെ വലിയൊരു തെറ്റ് തന്നെയായിരുന്നു അത്. എനിക്കിന്നുള്ള ഈ ജീവിതം, ഞാനിന്ന് അനുഭവിക്കുന്ന സമാധാനവും വ്യക്തതയും, അതൊന്നും ആ രാത്രികളിലെ കാപ്പി കുടികൾ കൊണ്ടോ ഉറക്കമില്ലാതെ പണിയെടുത്തത് കൊണ്ടോ ഉണ്ടായതല്ല. ഒരുപാട് വൈകി ഞാൻ തിരിച്ചറിഞ്ഞ, ആരും വലുതായി ഗൗനിക്കാത്ത ചില ലളിതമായ ശീലങ്ങളിൽ നിന്നാണ് എനിക്ക് കെട്ടിപ്പൊക്കാൻ കഴിഞ്ഞത്. ആ 5 ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഭാരം കൂട്ടാനുള്ളതല്ല, മറിച്ച് ഭാരം താങ്ങാനുള്ള കപ്പാസിറ്റി തരുന്നതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ആവേശം തീരുമ്പോഴും ഈ ശീലങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഒന്നാമത്തേത് ജേർണലിംഗ്. എനിക്കറിയാം, ഇത് കേൾക്കുമ്പോൾ എൻ്റെ 20 വയസ്സുകാരൻ പുച്ഛിച്ച് ചിരിക്കും. ജേർണലിങ്ങോ? ഡയറി എഴുതുന്ന പോലെയാണോ? അതിനൊന്നും എനിക്ക് സമയമില്ല. ഇതൊരു സെൻറ്റിമെൻ്റൽ പരിപാടി എന്നായിരുന്നു അന്നത്തെ കാലത്തുള്ള എൻ്റെ ഒരു ധാരണ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ പോയി പറഞ്ഞാലും അത് തന്നെ പറയും. എൻ്റെ 20കളിലെ മനസ്സ് 100 ടാബ് തുറന്നു വെച്ചൊരു ബ്രൗസർ പോലെയായിരുന്നു. എല്ലാ ടാബിൽ നിന്നും ഒരേ സമയം പലതരം വീഡിയോകൾ പ്ലേ ആകുന്നു, പലതരം ഇൻഫർമേഷൻ ഉണ്ടാകുന്നു. എപ്പോഴും എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഒരുതരം ടെൻഷൻ, കുറേ ചിന്തകൾ, പേടികൾ, പാതി വഴിയിൽ നിർത്തിയ ആശയങ്ങൾ, ആരോടൊക്കെയുള്ള ദേഷ്യം. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ സംഭാഷണങ്ങൾ. അങ്ങനെ തലയ്ക്കകത്ത് ഒരുപാട് ചവറുകൾ കൊണ്ട് നടന്നിരുന്നു. അതിന് എത്രത്തോളം ഭാരമുണ്ടെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കാൻ തുടങ്ങുമ്പോൾ, ബ്രെയിൻ ഡംപ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ആശയം മനസ്സ് വരുമ്പോൾ അത് തലയിൽ വെക്കാറില്ല. എനിക്കറിയാം, കാരണം പലപ്പോഴും എനിക്കത് പിന്നീട് റീകോൾ ചെയ്യാൻ പറ്റാറില്ല. ഒരു പേനയെടുത്ത് പേപ്പറിലേക്ക് എഴുതുന്ന ഒരു പ്രവൃത്തി വളരെ നിസ്സാരമായൊരു പ്രവൃത്തിയാണ്, പക്ഷേ അതൊരു മാന്ത്രിക വിദ്യയാണ്. നമ്മുടെ തലക്കകത്ത് കിടന്ന് ഭയപ്പെടുന്ന അലങ്കോലപ്പെട്ട സാധനങ്ങളെ എടുത്ത് കൃത്യമായ ഷെൽഫിൽ അടുക്കി വെക്കുന്നത് പോലെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാക്കി ഈ ജേർണലിംഗ് മാറുന്നുണ്ട്. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ സംസാരത്തെക്കുറിച്ച് ടെൻഷനുണ്ട്. ഒരു പ്രോഗ്രാം വന്നാൽ അത് എങ്ങനെ പങ്കെടുക്കും എന്നുള്ളത്, ആ അവതരണത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനുണ്ട്. ഒറ്റപ്പെട്ട അവസ്ഥ തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രേതമല്ല, അത് വാക്കുകളാണ്. വാക്കുകളെ നമുക്ക് നേരിടാൻ പറ്റും, അതിനെ ചോദ്യം ചെയ്യാൻ പറ്റും, റീസൺ കണ്ടുപിടിക്കാൻ പറ്റും, അതിലെ സത്യസന്ധത ഇല്ലായ്മയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 20കാരനായി എന്നോട് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഇതാണ്. സ്വന്തം ചിന്തകളുടെ കെട്ടുപാടുകൾ ആരും ജഡ്ജ് ചെയ്യാതെ അഴിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരിടം. അന്നത്തെ ദിവസത്തെ മാനസികമായ ചവറുകൾ കൊണ്ടുപോയി കളയാൻ പറ്റുന്ന ഒരിടം. എങ്കിലേ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞേനെ. ഇത് കവിത എഴുതലല്ല, മാനസികമായ ശുചിത്വമാണ്. അലങ്കോലമായി കിടക്കുന്ന ഒരു മുറിയിൽ ജീവിക്കുന്നതും വൃത്തിയും വെടുപ്പുമുള്ളൊരു മുറിയിൽ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണത്. എവിടെ ഇരുന്നാലാണ് നമുക്ക് നന്നായി ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും സമാധാനമായി ഇരിക്കാനും പറ്റുക? ഈ ഒരൊറ്റ ശീലം മറ്റെന്തിനേക്കാളും സ്വയം മനസ്സിലാക്കാനുള്ളൊരു ബേസാണ്. രണ്ടാമത്തേത് ദിവസവും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ജിമ്മിൽ പോകാറുണ്ട് എല്ലാ ദിവസവും. പക്ഷേ അവിടെ പോയി കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സിക്സ് പാക്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അല്ല പറയുന്നത്, കഴിച്ച ഭക്ഷണത്തിനനുസരിച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ശരീരത്തെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചുമല്ല. എൻ്റെ 20കളിൽ ഒന്നുകിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിയിലുള്ള എക്സസൈസുകളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ആഴ്ചയിൽ 5 ദിവസം ജിമ്മിൽ പോകും, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. ഒരു മാസം കഴിയുമ്പോൾ ആകെ മടുത്ത് തളർന്ന് അത് നിർത്തും. പിന്നെയും കുറേ മാസം ഒന്നും ചെയ്യാതെ 3 മാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും അഡ്മിഷൻ ഫീസ് കൊടുത്ത് അവിടെ പോകും. അങ്ങനെ ഭയങ്കര കുറ്റബോധമായിരിക്കും. ആരോടെങ്കിലും എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ജിമ്മിൽ പോകുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ട് പോയി തുടങ്ങിയത് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ അതിന് മുമ്പ് വരെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, എക്സസൈസ്, മൂവ്മെൻറ്റ് എന്നീ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് എനിക്കിതിൻ്റെ ആ ഒരു പ്രശ്നം മനസ്സിലായി. അത് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എക്സസൈസ് പലപ്പോഴും ഒരു ശിക്ഷ പോലെയാണ് നമുക്ക് തോന്നുന്നത് ചില സമയങ്ങളിൽ. ഞാനിപ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു സെലിബ്രേഷനാണ്. അതിൻ്റെ തീവ്രതയിലല്ല കാര്യം, അതിൻ്റെ സ്ഥിരതയിലാണ്. എല്ലാ ദിവസവും നമ്മളുടെ ശരീരത്തെ ഒന്ന് ചലിപ്പിക്കുക. രാവിലെ ഒരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് ഒരു 20 മിനിറ്റ് വെയിൽ കൊണ്ട് റോഡിലൂടെ നടന്നു നോക്കി. കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് നേരം ജോലി ചെയ്ത് തല മരവിച്ചിരിക്കുമ്പോൾ ഒരു സൈക്കിൾ എടുത്ത് പറ്റുമെങ്കിൽ പുറത്തു പോവുക. ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരം വേദനയല്ല, നമുക്ക് ജീവനുണ്ട് എന്നും നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുമുള്ള സ്വയം തോന്നലാണ്. നമ്മുടെ ശരീരം ഇവോൾവ് ചെയ്തിരിക്കുന്നത് 8 മണിക്കൂർ ഇതേപോലെ ഒരു കസേയിൽ ചുരുണ്ടുകൂടി കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയല്ല.
ആ ഒരു നിശ്ചലാവസ്ഥ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല, നമ്മുടെ മാനസികവും ഇമോഷണലുമായിട്ടുള്ള അവസ്ഥയെയും ബാധിക്കും. നമുക്ക് മടി പിടിക്കും, നമ്മുടെ മൂഡ് മോശമാവും. സോ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അങ്ങനെ കുറയും. എല്ലാ ദിവസവുമുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ നമ്മുടെ ശരീരത്തിലെ ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. അത് നമ്മുടെ നാഡികൾക്ക് കൃത്യമായിട്ടുള്ള അയവ് കൊടുക്കും, നമ്മുടെ രക്തയോട്ടം കൂട്ടും. മറ്റേത് മരുന്നിനേക്കാളും ശക്തിയുള്ള എൻഡോർഫിനുകൾ അത് റിലീസ് ചെയ്യും. ഇതിൽ നിന്ന് തിരികെ കിട്ടുന്ന ഊർജ്ജമോ ഞാൻ പണ്ട് ചെയ്തിരുന്ന ഒരു വർക്കൗട്ട് പ്രോഗ്രാമിനും തരാൻ കഴിഞ്ഞിട്ടില്ല. സോ വേറൊരു കേസുണ്ട്, ഞാൻ ഇതിനോടൊപ്പം കൃത്യമായി വർക്കൗട്ട് കൂടി ചെയ്യുന്നുണ്ടെന്നൊരു ഫാക്ടർ എനിക്കിപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. സോ ഇത് 90 ദിവസം കൊണ്ട് ശരീരം മാറ്റിയെടുക്കുന്ന പരിപാടിയല്ല ഈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അത് ജിമ്മൊക്കെ കൊണ്ട് ചിലപ്പം പറ്റുമായിരിക്കും. പക്ഷേ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരവുമായിട്ട് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ബന്ധമാണ്. അത് നിലനിർത്താനുള്ള വഴിയാണ്. ഒന്നുകിൽ കട്ടയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടിട്ട് പോവുക എന്ന ചിന്തയൊക്കെ മറക്കണം. പുതിയ റൂൾ ഇതാണ്, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നിങ്ങളുടെ ശരീരവും മനസ്സും അതിന് നന്ദി പറയും. തേർഡാണ് റീഡിങ്. എൻ്റെ 20കളുടെ തുടക്കത്തിൽ എൻ്റെ ഇൻഫർമേഷൻ ഡയറ്റ് വളരെ മോശമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഞാൻ +2 വെഞ്ഞാറമൂട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സഹകരണ ലൈബ്രറി പോയി പുസ്തകം വായിക്കുമായിരുന്നു. അന്ന് ഷെർലക് ഹോംസും അഗത ക്രിസ്റ്റിയും ഒക്കെ ധാരാളം വായിക്കുമായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് പോയി MG കോളേജിലേക്ക് എത്തിയതിന് ശേഷം എൻ്റെ റീഡിംഗ് ഹാബിറ്റ് മോശമായി വന്നു. എൻ്റെ ഇൻഫർമേഷൻ ഡയറ്റും വളരെ മോശമായിരുന്നു. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ ഫീഡുകൾ സ്ക്രോൾ ചെയ്യുക, തലക്കെട്ടുകൾ മാത്രം വായിച്ചു പോവുക, അവസാനം ഒന്നും ഓർമ്മയിൽ നിൽക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ തലയിലേക്ക് കുത്തി നിറയ്ക്കുക. അതായത് ഞാൻ വിവരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. പത്രം വായിക്കാൻ ശ്രമിക്കും, മൊബൈൽ കാണാൻ ശ്രമിക്കും, പക്ഷേ അതൊക്കെ ജങ്ക് ഫുഡ് പോലെ തലച്ചോറിലോട്ട് പോയി. പുസ്തകങ്ങൾ തലച്ചോറിനുള്ള പോഷകാഹാരമാണ്. നന്നായി എഴുതിയ ഒരു പുസ്തകം, അത് കഥയായാലും അല്ലെങ്കിലും, ഒരു സോഷ്യൽ മീഡിയ ഫീഡിന് നേരെ വിപരീതമാണ്. അതിന് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ വേണ്ടിവരും. നോട്ടിഫിക്കേഷനുകളുടെയും ബഹളങ്ങളുടെയും ലോകത്ത് നിന്ന് മാറി പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് നിങ്ങളെ നിർബന്ധിക്കും. നിങ്ങളെക്കാൾ അറിവും അനുഭവപരിചയവുമുള്ള ഒരാളുമായിട്ട് ദീർഘനേരം മുഖത്തോട് മുഖം സംസാരിക്കുന്നത് പോലെയുള്ളൊരു അവസരമാണ് പുസ്തകങ്ങൾ ഒരുക്കുക. ചരിത്രത്തിലെ ഏറ്റവും മഹാത്മാക്കളായിട്ടുള്ള മനുഷ്യരുമായിട്ട് സംവദിക്കാൻ വായനയാണ് അവസരം തരിക. ആ വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അവരെഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. ലൈബ്രറി കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയോ മാത്രം ചിലവിൽ മരിച്ചുപോയ ഫെയ്മാൻ്റെ പുസ്തകം നിങ്ങളെ പല സയൻസ് കാര്യങ്ങളും പഠിപ്പിക്കും. നിങ്ങൾക്ക് കോസ്മോസ് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പുസ്തകങ്ങൾ, ഉദാഹരണത്തിന് മാർക്കസ് ഒറീലിയസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന സാപ്പിയൻസ്, യുവൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എൻ്റെ ഇരിപ്പുണ്ട്. അതിലൊക്കെ അവരോട് നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഗുരുക്കളാണ്. അവരുമായിട്ട് നമുക്ക് സംവദിക്കാം. അവർ നിങ്ങളുടെ ചിന്തകളെ ചോദ്യം ചെയ്യും, നിങ്ങൾക്കറിയാത്ത ലോകങ്ങളെയും ആശയങ്ങളെയും പരിചയപ്പെടുത്തും. ലോകത്തെ കാണാനുള്ള പുതിയ കണ്ണടകൾ അവർ നമുക്ക് തരും. എൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാനായിരുന്നു എൻ്റെ തിടുക്കം. ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം, ഈ ടാസ്ക് എങ്ങനെ തീർക്കാം. പക്ഷേ എന്തിന് ചെയ്യണമെന്ന ചോദ്യം ഞാനന്ന് മറന്നുപോയി. പുസ്തകങ്ങൾ നമ്മളെ എന്തിനെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെ അവ പഠിപ്പിക്കുന്നുണ്ട്. ദിവസവും വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്ന 30 മിനിറ്റില്ലേ, നല്ലൊരു പുസ്തകം വായിക്കാൻ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് എൻ്റെ 20 വയസ്സിലെ തലച്ചോറിനെ അടിമുടി മാറ്റിമറിക്കുമായിരുന്നു. അതെന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കുമായിരുന്നു. നാലാമത്തേത് ഉറക്കമാണ്. സത്യം പറഞ്ഞാൽ ഇതിനോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക. ഉറക്കത്തെ ഞാനൊരു ശത്രുവിനെ പോലെ കണ്ടിരുന്നു. ക്ഷീണം വരുമ്പോൾ കിടന്ന് ഉറങ്ങിപ്പോവും, പക്ഷേ അപ്പോഴും അത് സമയം പാഴാക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇരിക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്ന് കരുതി. ഇന്നലെ രാത്രി 4 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ എന്നൊക്കെ ഒരുതരം അഹങ്കാരത്തോടു കൂടി ഞാൻ പറയുമായിരുന്നു. കൂടുതൽ ജോലി ചെയ്യാനും കൂടുതൽ എൻജോയ് ചെയ്യാനും വേണ്ടി രാത്രിയിൽ നിന്ന് മണിക്കൂറുകൾ മോഷ്ടിക്കുകയായിരുന്നു എന്നായിരുന്നു എൻ്റെ വിചാരം. ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് സീരീസ് കാണും. അത് സത്യത്തിൽ സമയം മോഷ്ടിക്കുകയല്ല, എൻ്റെ ഭാവിയിൽ നിന്ന് ഞാൻ പലിശയ്ക്ക് സമയം കടമെടുക്കുകയാണ്. അതിൻ്റെ ബില്ല് എപ്പോഴും എൻ്റെ മുന്നിലേക്ക് വരും. എൻ്റെ ആരോഗ്യത്തിലൂടെ, എൻ്റെ നഷ്ടപ്പെട്ട മടി പിടിച്ച ദിവസങ്ങളിലൂടെ. ഉറക്കം വെറുതെ ഇരിക്കുന്നൊരവസ്ഥ അല്ല എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല. നമ്മുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോറ് ഓർമ്മകളെ അടുക്കി വയ്ക്കുന്നതും പകൽ സമയത്ത് അടിഞ്ഞുകൂടിയ വേസ്റ്റുകളെല്ലാം പുറന്തള്ളുന്നതും നമ്മുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്നതും ഒക്കെ തന്നെ. ഹോർമോണുകളൊക്കെ അപ്പോഴാണ് ക്രമീകരിക്കുക. രോഗപ്രതിരോധ ശേഷി അങ്ങനെയാണ് കൂടുക. സോ ഞാൻ ഉറക്കം വിളിച്ച ഓരോ രാത്രിയും ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയ്ക്കൊരു പെരുപ്പ് വരും. പിന്നെ പിറ്റേ ദിവസം എൻ്റെ ശ്രദ്ധ കുറയും, എൻ്റെ ക്രിയേറ്റിവിറ്റി കുറയും, സന്തോഷം കെടുത്തി കളയും. വെറും പുകയുടെ പുറത്താണ് ഓടിക്കൊണ്ടിരുന്നത് എന്ന് പിന്നെ മനസ്സിലായി. തെറ്റായ തീരുമാനങ്ങൾ അതിൻ്റെ പേരിലെടുത്തു. പെട്ടെന്ന് ദേഷ്യം വന്നു. ചെയ്യുന്ന ജോലിയുടെ നിലവാരം കുറഞ്ഞു. മണലിൽ കോട്ട കെട്ടാൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു ഉറക്കം ഇല്ലാത്ത രാത്രികൾക്ക് പിന്നീടുള്ള ദിവസങ്ങൾ. ദിവസവും 7-8 മണിക്കൂർ നല്ല ഉറക്കം എന്നതൊരു ആഡംബരമല്ല, അതൊരു ബയോളജിക്കലി ആയിട്ടുള്ള നെസസിറ്റിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രൊഡക്ടിവിറ്റി ഹാക്ക്. ഉറക്കത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയല്ല വേണ്ടത്, ഉറക്കത്തിന് വേണ്ടി സമയം ഉണ്ടാക്കുകയാണ് വേണ്ടത്. തിരിച്ച് ഉറക്കം നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന ഓരോ മണിക്കൂറുകളെയും കൂടുതൽ മികച്ചതും ആസ്വാദ്യകരവുമാക്കും. 5-മത്തേത്, അതായത് അവസാനത്തേത്,
നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന പണമായിരിക്കും. സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയൊക്കെ. അതെ, അതൊക്കെ തീർച്ചയായിട്ടും സാമ്പത്തികമായി പ്രധാനമാണ്. കൂട്ടുപലിശയുടെ മാജിക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാനതിപ്പോൾ ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. 20ാമത്തെ വയസ്സിൽ ഒരു ചെറിയ തുക, ഒരു മാസം 500-1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് 30ാമത്തെ വയസ്സിൽ തുടങ്ങുന്നതിനേക്കാൾ വർഷങ്ങൾ കഴിയുന്തോറും ഭീമമായ വ്യത്യാസമുണ്ടാക്കും. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. കയ്യിൽ നല്ല കാശ് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ചെറിയ ചെറിയ ഏണിങ്സൊക്കെ ഞാൻ ചിലവാക്കി തീർത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സമ്പത്ത് സമയമായിരുന്നു എന്ന സത്യം ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഈ ശീലം പണത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്ന യഥാർത്ഥ ആസ്തികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കഴിവുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 20കളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു സമയമാണ്. സോ നമ്മൾ നേടുന്ന ഓരോ കഴിവും, അത് കോഡിംഗ് പഠിക്കുന്നതിലായിരിക്കാം, നന്നായി എഴുതാൻ പഠിക്കുന്നതിലായിരിക്കാം, സദസ്സിനോട് സംസാരിക്കാൻ പഠിക്കുന്നതിലായിരിക്കാം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നതിലായിരിക്കാം, എന്തിന് നല്ലൊരു ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുന്നതിൽ പോലും അത് ജീവിതകാലം മുഴുവൻ നമുക്ക് ലാഭം തരുന്നൊരു നിക്ഷേപമാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ആൾറെഡി 20ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അവസാനമാക്കിയത്. നല്ലൊരു ഭക്ഷണമൊക്കെ പാകം ചെയ്യാനൊക്കെ പഠിച്ചിട്ട് 2-3 വർഷമേ ആവുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന സദസ്സിനോട് സംസാരിക്കാനും ഒക്കെ ഞാൻ അന്നേ പഠിച്ചിരുന്നു. കോഡിംഗ് ഒന്നും പഠിച്ചിരുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ ഞാൻ അന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്കൂളിൽ മാത്രം പഠിച്ചതിൽ ഒതുങ്ങി നിൽക്കരുത്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. 22ാമത്തെ വയസ്സിൽ നിങ്ങൾ ക്യൂരിയോസിറ്റി കൊണ്ട് പഠിച്ചൊരു ചെറിയ കാര്യമായിരിക്കും 32ാമത്തെ വയസ്സിൽ ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുമ്പോൾ സ്വപ്നം കണ്ട ജോലി നമുക്ക് നേടിത്തരുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സൗഹൃദങ്ങളെ പരിപോഷിപ്പിക്കുക. ശ്രദ്ധിക്കാതെ അത് വാടിക്കരിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ഞാൻ ഇപ്പോഴും ചെയ്യുന്നൊരു തെറ്റുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട, എന്നെ അത്രത്തോളം വിലമതിക്കുന്ന സുഹൃത്തുക്കൾ, അവരെ ഞാൻ കൃത്യമായ ഡിസ്റ്റൻസ് പാലിക്കാറുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നില്ല, ഞാൻ അവരെ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല. മനഃപൂർവ്വമല്ല. ഒരുപക്ഷെ അവർ ഞാൻ തിരക്കിലാണെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാത്തതായിരിക്കും. പക്ഷേ അങ്ങനെ വാടിക്കരിഞ്ഞു പോകാൻ സൗഹൃദങ്ങളെ അനുവദിക്കരുത്. അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന, ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന, എന്തിനും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളായി മാറാൻ നമുക്ക് പറ്റണം. 20കളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സൗഹൃദങ്ങളാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങളെ താങ്ങി നിർത്താനായിട്ട് പോകുന്ന സപ്പോർട്ട് സിസ്റ്റം. 24ാമത്തെ വയസ്സിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ കുടിക്കുന്ന ഒരു ചായ നിസാരമായിട്ട് തോന്നാം. കാര്യവട്ടം ക്യാമ്പസിലിരുന്ന് പാതിരാത്രി 1-2 മണിക്ക് ഞാൻ ചായ കുടിക്കാറുണ്ട് പുറത്തു പോയിട്ട് പല സുഹൃത്തുക്കളോടും. പക്ഷേ അങ്ങനെ ചായ കുടിച്ചൊരു സുഹൃത്തായിരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവൻ പലിശ കിട്ടുന്ന ഒരു റിലേഷൻ ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപം. ആളുകളോട് എന്തെങ്കിലും തരത്തിൽ റിവാർഡ് കിട്ടാൻ വേണ്ടി മാത്രം സൗഹൃദം സമ്പാദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനു വേണ്ടിയല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതൊരു വലിയ നിക്ഷേപമായി മാറി നിൽക്കും. ഇപ്പോൾ തന്നെ ഞാൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ച് ജിതിൻ രാജ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നു. അതിൽ എനിക്ക് MCUവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ വീഡിയോ എഡിറ്ററും പിന്നെ MG കോളേജിൽ 7-8 വർഷം മുമ്പ് എന്നോട് പഠിച്ച എൻ്റെ സുഹൃത്തുമാണ്. പുള്ളിക്കാരൻ അന്ന് DCI മാർവലിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, അർജുൻ. അവനോട് ഞാൻ വിളിച്ചു ചോദിച്ചു. അവൻ എനിക്ക് കൃത്യമായിട്ട് പല അപ്ഡേറ്റുകളും പറഞ്ഞു തന്നു. അതൊക്കെ സൗഹൃദത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പിന്നീടുള്ളത് നമ്മുടെ ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് മറ്റെല്ലാ ശീലങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കണ്ണിയാണ്. നിങ്ങൾ കഴിക്കുന്ന ഓരോ നല്ല ഭക്ഷണവും, നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കൗട്ടും, നിങ്ങൾ ഉറങ്ങുന്ന ഓരോ നല്ല രാത്രിയും ഈ ലോകം അനുഭവിക്കാൻ നിങ്ങൾക്കാകെയുള്ള ഒരേ ഒരു വാഹനമായ നമ്മുടെ ഈ ശരീരമില്ലേ, ഈ ശരീരത്തിന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. ഈ ശരീരം പോയാൽ പിന്നെ നമ്മളില്ല. അതാണ് ശാസ്ത്രീയമായ സത്യം. 20ാം വയസ്സിൽ നമ്മൾ നടത്തുന്ന ഓരോ നിക്ഷേപവും 30ാം വയസ്സിൽ ഇരട്ടിയാവും. ഭാഗ്യവശാൽ ഞാൻ 20കളിൽ മദ്യം, പുകവലി അങ്ങനെയുള്ള ആസക്തികളിലൊന്നും പെടാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് പറയേണ്ട ആവശ്യകതയില്ല. ഞാനന്ന് ട്രൈ ചെയ്തിരുന്നില്ല. 30ാം വയസ്സിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപം 40ാം വയസ്സിൽ ഇരട്ടിയാവും. അത് 70-ഉം 80-ഉം ഒക്കെ പോകാറുണ്ട്. ജീവിതം അവിടെയൊന്നും അവസാനിക്കുന്നില്ല പലർക്കും. സോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു കൂട്ടുപലിശയുടെ ശക്തി 20ാമത്തെ വയസ്സിൽ മനസ്സിലായിരുന്നില്ല. ഞാനിപ്പോഴും എപ്പോഴും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് നോക്കിയിരുന്നു. യഥാർത്ഥ പുരോഗതി വരുന്നത് സ്റ്റെബിലിറ്റിയോടുകൂടി, സ്ഥിരതയോടുകൂടി വയ്ക്കുന്ന, പതുക്കെ പതുക്കെ വയ്ക്കുന്ന 1000 ചെറിയ ചവിട്ടുപടികളുടെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അത് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ സമയം, സമാധാനം, മുന്നോട്ടുള്ള കുതിപ്പ് എല്ലാം എനിക്കന്ന് ഒരു തരത്തിൽ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ 20കളിൽ ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഈ നിസാരമെന്ന് തോന്നുന്ന ശീലങ്ങളെ വില കുറച്ച് കാണരുത്. ഇതൊന്നും സെക്സിയായ കാര്യങ്ങളല്ല. ഇതൊന്നും നാളെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന കാര്യമല്ല. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതുമല്ല. പക്ഷേ കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറ്റിമറിക്കും. ഒരു നല്ല ജീവിതം എന്ന കെട്ടിടത്തിൻ്റെ ആരും കാണാത്ത ആർക്കിടെക്ചറാണ് ഇത്തരം ശീലങ്ങൾ. ചെറുതായിട്ട് തുടങ്ങുക, ഇന്ന് തന്നെ തുടങ്ങുക. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. 10-20 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഭാവിയിലുള്ള നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിലോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഈ മാറ്റവും നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്.